Hello friends, I'm Shibu. Welcome to another video. Senior Carer Visa UK എന്ന ഈ ടോപ്പിക് ഇപ്പോൾ ഒരുപാട് ചർച്ചാ വിഷയമായിരിക്കുകയാണ് യൂട്യൂബിൽ. അപ്പം ഞാൻ ഓൾറെഡി ഇതിനെപ്പറ്റി കുറച്ച് വീഡിയോസ് ചെയ്തിരുന്നു. അതിന്റെ ഭാഗമായിട്ട് ഇപ്പം കുറച്ചധികം ക്വസ്റ്റ്യൻസ് നമ്മുടെ ഫ്രണ്ട്സ് ചോദിക്കുന്നത് ഇന്റർവ്യൂവിനെ എങ്ങനെ ഫേസ് ചെയ്യാം, എങ്ങനെ CV ഉണ്ടാക്കാം എന്നുള്ളൊരു ഒരുപാട് ക്വസ്റ്റ്യൻസ് എൻ്റെ അടുത്ത് വരുന്നുണ്ട്. അപ്പോൾ അതിനൊരു ആൻസർ ആയിട്ടാണ് ഈ പ്രാവശ്യം ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്. ഈ വീഡിയോ ചിലപ്പോൾ ഇച്ചിരി ലെന്തി ആയിരിക്കും, കാരണം നമ്മളൊരു ഇൻഡെപ്ത് ഡീറ്റെയിൽ ആയിട്ടുള്ള ഡിസ്കഷൻ ആണ് ഉദ്ദേശിക്കുന്നത്. കാരണം നിങ്ങൾക്ക് അത് കൂടുതൽ ഇൻഫോർമേറ്റീവ് ആയിരിക്കണം. ഇപ്പം യൂട്യൂബിൽ ഒരുപാട് വരുന്ന വീഡിയോസ് കണ്ടിരിക്കുന്നത് കുറെ മിസ്ലീഡിങ്സും കുറെ നെഗറ്റീവും പോസിറ്റീവ് ആയിട്ടുള്ള കുറച്ച് ഒപ്പീനിയൻസ് ആണ് നമുക്ക് വരുന്നത്. അപ്പം ഈ വീഡിയോ കണ്ടു കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും എന്താണ് നിങ്ങൾ ഡിസൈഡ് ചെയ്യുന്നതും അതിനു വേണ്ടിയിട്ട് ക്ലിയർ ആയിട്ട് ഇൻഡെപ്ത് നോളജും അഡീക്വേറ്റ് ഇൻഫർമേഷനും തരാൻ വേണ്ടിയിട്ട് ഇന്ന് നമ്മൾ വിളിക്കാൻ പോകുന്നത് ഇവിടെ ഒരു നഴ്സിംഗ് കെയർ ഹോം മാനേജറിനെയാണ്. അപ്പൊ നമുക്ക് എക്സ്പേർട്സിന്റെ കയ്യിൽ നിന്ന് തന്നെ ക്വസ്റ്റ്യൻസ് ചോദിച്ച് മറുപടി തേടാം. അപ്പൊ അത് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ ആയിരിക്കും. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ കൂടെ ഉള്ളത് ഇന്ന് വിനിതയാണ്. വിനിത UK-ലെ വെൽ റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് നഴ്സിംഗ് ഹോംസിലെ വൺ ഓഫ് ദ നഴ്സിംഗ് ഹോമിൽ മാനേജർ ആയിട്ട് വർക്ക് ചെയ്യാണ്. വിനിതയ്ക്ക് ഒരുപാട് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് ഈ ഫീൽഡിൽ ആസ് എ മാനേജർ ആയിട്ട് വർക്ക് ചെയ്യുന്നു. അപ്പം നമുക്ക് കുറെ ക്വസ്റ്റ്യൻസ് ഉള്ളത് ഇന്റർവ്യൂവിനെ പറ്റിയുള്ള ഒരു ക്വസ്റ്റ്യൻസ് അപ്പൊ ഞാൻ ഓർത്തത് വിനിതയോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം. വിനിത, വെൽക്കം ടു ദ വീഡിയോ. വിനിത, ഇവിടെ നമുക്ക് വരുന്ന ഒരു ക്വസ്റ്റ്യൻസ്, ചെയിൻ ഓഫ് ക്വസ്റ്റ്യൻസ്, ഒരുപാട് ഫ്രണ്ട്സ് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻസ്, ഇന്റർവ്യൂ എങ്ങനെ അപ്രോച്ച് ചെയ്യാം, അതാണ് ഇപ്പം വരുന്ന കുറെ ക്വസ്റ്റ്യൻസ്. അപ്പം ആസ് എ മാനേജർ അല്ലെ ആസ് എ കമ്പനി, what do you expect from the people who are coming for the job as a senior carer nurses or senior carers? സീനിയർ കെയർ ആയിട്ട് നമ്മുടെ ഇപ്പം ഇന്റർവ്യൂവിന് വരുമ്പോഴത്തേക്കും നമുക്ക് എല്ലാവർക്കും അറിയാം, ഇപ്പം ഇപ്പോഴത്തെ ഒരു വിസയിൽ എല്ലാവരും നേഴ്സസ് ആണ് ഇതിനുവേണ്ടി മെയിൻലി അപ്ലൈ ചെയ്യുന്നത്. അപ്പം ഞാൻ ആസ് എ മാനേജർ ഞാനൊരു നേഴ്സിനെ അല്ല ഇന്റർവ്യൂ ചെയ്യുന്നത്, ഞാനൊരു കെയറിനാണ് ഇന്റർവ്യൂ ചെയ്യുന്നത്. അപ്പം ഓഫ് കോഴ്സ് സീനിയർ കെയർ ആണെങ്കിലും അവർ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു കെയർ ആയിട്ടാണ്. അപ്പം അവരുടെ ബേസിക് നോളജ് എന്താണെന്നാണ് നമ്മൾ ചോദിക്കുന്നത്. അപ്പം ആദ്യം കെയറേഴ്സ് ചെയ്യുന്ന ജോലി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പേഷ്യൻ്റെ ഡയറക്റ്റ് കെയർ ആണ്. അവരെ കുളിപ്പിക്കുക, ഓഫ് കോഴ്സ് അതിനുവേണ്ടി അവരെ അസിസ്റ്റ് ചെയ്യുക, അവരെ ആഹാരം കഴിക്കാൻ വേണ്ടി നമ്മൾ അസിസ്റ്റ് ചെയ്യുക, അവരുടെ ടോയ്ലറ്റിംഗ് നീഡ്സ് നമ്മൾ അസിസ്റ്റ് ചെയ്യുക. ഇതുപോലുള്ള കാര്യങ്ങളാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു ബേസിക് ആയിട്ടുള്ള ജോബ് എന്ന് പറയുന്നത്. അപ്പം പിന്നെ ഉള്ളത് നമ്മുടെ UK-ലെ ഹെൽത്ത് കെയറിൽ നമ്മൾ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, അതിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, അല്ലെങ്കിൽ അതിൽ നിങ്ങൾ പാലിക്കേണ്ട റെഗുലേഷൻസ്, അതൊക്കെയാണ് ബാക്കിയുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾ നാട്ടിൽ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, പേഷ്യൻസിന് ഇഞ്ചക്ഷൻ കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ കേസസിൽ അസിസ്റ്റ് ചെയ്തിട്ടുണ്ട്, അത് എനിക്ക് എൻ്റെ പ്രോബ്ലം അല്ല. ബട്ട് അതാണ് നമ്മൾ മെയിൻലി ചോദിക്കുന്നത്. പിന്നെ CV ആയാലും നമ്മൾ നേരത്തെ സംസാരിച്ചപ്പം ഒരു കാര്യം പറഞ്ഞാൽ CV ഒക്കെ അവർ പ്രിപ്പയർ ചെയ്യുമ്പോഴത്തേക്കും നഴ്സസിന്റെ CV അല്ല വേണ്ടത്, നമ്മുടെ കെയറേഴ്സിന്റെ CV ആണ് നമുക്ക് ആവശ്യം. അപ്പൊ അതാണ് ബേസിക്കലി. അപ്പൊ ഇവിടെ വേറൊരു കാര്യം ഞാൻ ചോദിക്കാനുള്ളതെന്ന് പറഞ്ഞാൽ, UK-ൽ ഇപ്പൊ ഒരു കാൻഡിഡേറ്റ് വരുമ്പോൾ സീനിയർ കെയറർ എന്നുള്ളൊരു കോൺസെപ്റ്റ്, അല്ലെ കെയറിംഗ് അല്ലെ നഴ്സിംഗ് ഹോം എന്നുള്ള കോൺസെപ്റ്റ് നമുക്ക് ഇന്ത്യയിൽ അത്ര പോപ്പുലർ അല്ല, ഇപ്പം ചെറുതായിട്ടൊന്നും വരുന്നേ ഉള്ളൂ. അപ്പം നിങ്ങൾ ഇത് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ആസ് എ മാനേജർ വെൻ യു ആസ്ക് ദ ക്വസ്റ്റ്യൻ, what you expect from the candidate? I mean, technically അവർ എത്ര നോളജ് ഉണ്ടായിരിക്കണം, അല്ലെ which attitude they should carry, or else അവർക്ക് ഇങ്ങനെ പറയാൻ പറ്റുമോ ഞങ്ങൾക്ക് ഒരുപാട് അറിയത്തില്ല, കാരണം ഞങ്ങൾ വർക്ക് ചെയ്തില്ല, ബട്ട് ഐ നോ ഫ്യൂ തിങ്സ്. അതൊരു ഡിഫറെന്റ് സെനാരിയോ ആണ്. കാരണം ആസ് എ നേഴ്സ് വരുമ്പോൾ ഡെഫിനറ്റ്ലി ഇന്ത്യയിൽ നേഴ്സ് ഉണ്ട്, ഇവിടെ നേഴ്സ് ഉണ്ട്. പക്ഷേ കെയറിന്റെ ഒരു കാര്യം വരുമ്പോൾ നമുക്ക് പ്രശ്നം വരുന്നത് ഇന്ത്യയിൽ ഇത് ഇറ്റ്സ് നോട്ട് വെൽ ഫേമസ്. സോ ഹൗ ദേ ക്യാൻ അപ്രോച്ച് ദ ക്വസ്റ്റ്യൻസ് ഓർ ഹൗ ദേ വിൽ ആൻസർ ഇറ്റ്? ബേസിക്കലി എനിക്കറിയാം വരുന്ന ആരും ചിലപ്പം കെയറിങ് എക്സ്പീരിയൻസ് ഉള്ളവരായിരിക്കത്തില്ല. അപ്പം നിങ്ങളിൽ നിന്ന് ഞാനൊരു ഭയങ്കര പെർഫെക്റ്റ് ആയിട്ടുള്ള ആൻസേഴ്സ് ഒന്നും ഒരു മാനേജേഴ്സും നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നില്ല. നിങ്ങളുടെ അണ്ടർസ്റ്റാൻഡിങ് ആണ്. പിന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ഇന്റർവ്യൂ കഴിഞ്ഞെന്ന് പറഞ്ഞിട്ട് നാളെ നിങ്ങളെ കെയർ ആയിട്ട് വർക്ക് ചെയ്യാൻ വിടുമല്ല ഓരോ കമ്പനീസും. നിങ്ങൾക്ക് ആഡിക്വേറ്റ് ആയിട്ടുള്ള ട്രെയിനിങ് നമ്മൾ പ്രൊവൈഡ് ചെയ്യും. അത് നമ്മുടെ ഒരു ലീഗൽ റിക്വയർമെന്റ് കൂടിയാണ്. അപ്പം പിന്നെ നിങ്ങൾക്ക് മാൻഡേറ്ററി ആയിട്ടുള്ള ട്രെയിനിങ് കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഫ്ലോറിൽ ഇൻഡിപെൻഡന്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ എന്നൊക്കെയുള്ള ഒരു പോളിസീസ് ഉണ്ട്. അപ്പം നിങ്ങൾക്ക് അറിയാൻ പാടില്ലാത്ത കാര്യങ്ങൾ, അറിയത്തില്ല, സോറി ഐ എം നോട്ട് യൂസ് ടു ഇറ്റ്, അല്ലെങ്കിൽ ഞങ്ങൾ ഇങ്ങനെ ചെയ്തിട്ടില്ല എന്നുള്ളത് നിങ്ങൾക്ക് ഓഫ് കോഴ്സ് ഓപ്പണും ജെന്യൂനും ആയിട്ട് നിങ്ങൾക്ക് പറയാം. പ്ലസ് നിങ്ങൾ ബേസിക് ആയിട്ടുള്ള കാര്യം നേരത്തെ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ എന്ത് ചെയ്യും, ഒരു പേഷ്യൻ്റെ അടുത്ത് പോകുമ്പോഴത്തേക്കും അവരുടെ ഡിഗ്നിറ്റി, റെസ്പെക്റ്റ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്ത് നിങ്ങൾ പേഴ്സണൽ കെയർ കൊടുക്കുവോ, അല്ലെങ്കിൽ അവർക്ക് എന്തായിരിക്കും അവരുടെ ആവശ്യങ്ങൾ, ആ ഒരു ലെവലിലുള്ള ആൻസേഴ്സ് നിങ്ങൾക്ക് അറിയാവുന്നത് ഷെയർ ചെയ്യുക എന്നുള്ളതാണ് നിങ്ങളുടെ മെയിൻ ആയിട്ടുള്ളത്.
നിങ്ങളുടെ അണ്ടർസ്റ്റാൻഡിംഗ് ആണ് നോക്കുന്നത്, പെർഫെക്റ്റ് ആയിട്ടുള്ള ആൻസേഴ്സ് അല്ല എക്സ്പെക്ട് ചെയ്യുന്നത്. അത് വളരെ നല്ലൊരു പോയിന്റ് ആണ് വിരുദ്ധ പറഞ്ഞത്. എന്നുവെച്ചാൽ നമ്മൾ ഒരുപാട് വറി ആവേണ്ട കാര്യമില്ല, റിസർച്ച് ചെയ്യുകയും ചെയ്യണമെന്ന ഒരുപാട് അതിനകത്ത് ഇൻഡെപ്ത് ആയിട്ട് പെർഫെക്റ്റ് ആൻസർ കൊടുക്കാൻ നോക്കണ്ട. ബി ഹോണസ്റ്റ് ആൻഡ് ജസ്റ്റ് ഡു യുവർ ബെസ്റ്റ്. ഐ മീൻ ദാറ്റ്സ് വാട്ട് ദേ ആർ എക്സ്പെക്ടിങ് അല്ലേ. അപ്പോൾ ഓൾറെഡി ഇവിടെ ഉള്ളവർക്ക് അറിയാം, കാരണം ഒരു പെർഫെക്റ്റ് ആൻസർ എല്ലാവർക്കും കിട്ടുന്ന, കാരണം ഈ ഒരു ഫീൽഡ് അവിടെ ഇന്ത്യയിൽ അത്രയും പോപ്പുലർ അല്ലാത്തതുകൊണ്ട്, കാരണം ബേസിക് ഓഡിയൻസ് നമ്മുടെ ഇന്ത്യൻ ആണല്ലോ കേരളത്തിൽ. താങ്ക് യു വെരി മച്ച് ഫോർ ദാറ്റ്. അപ്പൊ ആദ്യത്തെ ക്വസ്റ്റ്യൻ എനിക്ക് ഇവിടെ ചോദിക്കേണ്ടത് അല്ലെങ്കിൽ ചോദിക്കുന്നത്, വാട്ട് ഈസ് സീനിയർ കെയർ വിസ? ബിക്കോസ് ദർ ഈസ് ഓൾവേസ് കൺഫ്യൂഷൻ വിത്ത് ദ നഴ്സസ് ആൻഡ് ദ സീനിയർ കെയർ. സോ ഇസ് ഇറ്റ് സിമിലർ, ഇസ് ദ സെയിം, ഓർ ഇറ്റ് ക്യാൻ ബി ട്രാൻസ്ഫറബിൾ സ്കിൽസ്? It is not the same, of course. Nurse is different. They have different job description, and carers has a different job description. So it's definitely not the same. However, yes, because നിങ്ങൾ നാട്ടിൽ നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ അവിടെ ഗെയിൻ ചെയ്ത നോളജും സ്കിൽസും നിങ്ങൾക്ക് ഇവിടെ വേണമെങ്കിൽ യൂസ് ചെയ്യാം. ബട്ട് അറ്റ് ദ സെയിം ടൈം നിങ്ങളിപ്പം നിങ്ങൾ നേഴ്സിൻ്റെ ഒരു ക്യാപ്പ് വെച്ചുകൊണ്ട് നിങ്ങൾ വന്ന് ജോലി ചെയ്യരുത്. ബിക്കോസ് ഒരു പേഷ്യൻ്റ് താഴെ കൊളാപ്സ് അൺകോൺഷ്യസ് ആയിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചാടിക്കയറി CPR ചെയ്യരുത്. ബിക്കോസ് യു ആർ നോട്ട് ട്രെയിൻ ടു ഡു ദാറ്റ്. സോ അത് നിങ്ങളുടെ ഒരു നിങ്ങൾ മേക്ക് ഷുവർ ചെയ്യേണ്ടതാണ് അങ്ങനെ ചെയ്യരുതെന്നുള്ള കാര്യം. അൺലെസ് ആൻഡ് അൺടിൽ നിങ്ങൾക്ക് ഇവിടെ അതിനുള്ള ട്രെയിനിങ് കിട്ടി, കോമ്പിറ്റൻസി നിങ്ങൾക്ക് സൈൻ ഓഫ് ചെയ്തു, അങ്ങനെയൊക്കെ ഉള്ളത്. അതും ഇറ്റ്സ് ഓൾ ഡിപ്പെൻഡ്സ് ഓൺ ഹൗ യുവർ കമ്പനി ഈസ് ട്രീറ്റിംഗ് യു ഓർ ട്രെയിനിങ് യു. അപ്പോൾ ആ കാര്യത്തിൽ നിങ്ങൾ ഭയങ്കരമായിട്ട് ഇത് ചെയ്യണം. പിന്നെ ഓഫ് കോഴ്സ് നിങ്ങൾ കെയറായിട്ട് വർക്ക് ചെയ്തതിന് ശേഷം once your manager is confident enough, then you can be a team lead അല്ലെങ്കിൽ സീനിയർ കെയർ അസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്യാം. അത് പറയുമ്പോഴത്തേക്കും നിങ്ങൾ ഒരു ഗ്രൂപ്പ് ഓഫ് കെയറേഴ്സിനെ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് സ്റ്റാഫിനെ നിങ്ങൾ ലീഡ് ചെയ്യണം, അല്ലെങ്കിൽ ഗൈഡ് ചെയ്യണം, അല്ലെങ്കിൽ മാനേജ് ചെയ്യണം. ഓക്കെ, അപ്പം നിങ്ങൾ ഇപ്പം ജോബ് അലൊക്കേഷൻ, ഡെയിലി ജോബ് അലൊക്കേഷൻ ഉണ്ട് ഇവിടെ എല്ലാ നഴ്സിംഗ് ഹോമിലും, അത് നിങ്ങളായിരിക്കും ചെയ്യുന്നത്. പിന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ചിലപ്പോൾ നിങ്ങൾക്ക് GP ആയിട്ട് നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടി വരും. ഇറ്റ്സ് ഓൾ ഡിപ്പെൻഡ്സ് ഓൺ ഹൗ യു ആക്ച്വലി ഗോ ഫോർ ദ യുനോ ആ ലാഡറിൽ മുകളിൽ പോകുന്നതനുസരിച്ച്. പിന്നെ ഫാമിലീസുമായിട്ട്, അപ്പം UK ഓഫ് കോഴ്സ് ആൾക്കാർ ഇംഗ്ലീഷ് സ്പീക്കിംഗ് ആയിട്ടുള്ള ഫാമിലീസ് ആയിരിക്കും. അപ്പം നിങ്ങളുടെ മാനേജേഴ്സിന് അല്ലെങ്കിൽ സൂപ്പർവൈസേഴ്സിന് കോൺഫിഡൻറ്റ് ഇനഫ് ആവുകയാണെങ്കിൽ അവർ പറയും ഓക്കെ യു ഗോൺ ഡീൽ വിത്ത് ദം, സോ യു ഹാവ് ടു കോൾ ദം ആൻഡ് അപ്ഡേറ്റ് ദം. അപ്പോൾ നമ്മുടെ ഹോമിലുള്ള റെസിഡൻസിൻ്റെ ഫാമിലി വിളിക്കുക, അവരെ അപ്ഡേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ എന്തെങ്കിലും അവരുടെ കോൾസ് അറ്റൻഡ് ചെയ്യുക, അവരുടെ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യുക. അങ്ങനെയുള്ള ലെവലിലേക്ക് നിങ്ങൾ പതിയെ നിങ്ങൾ പോകുന്നതായിരിക്കും, തുടക്കത്തിലല്ല. ഓക്കെ, അപ്പൊ ഇവിടെ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഹോസ്പിറ്റൽ സെറ്റപ്പിന് ബേസിക്കലി നഴ്സസ് ആണ് കൂടുതൽ ഇവിടെ അപ്രോച്ച് ചെയ്യുന്നത്. നേഴ്സ് അല്ലാത്തവർക്കും വരാം. അപ്പൊ അവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു വേർഡ് എന്ന് വെച്ചാൽ പേഷ്യന്റ്. അപ്പൊ നമ്മളെപ്പോഴും പേഷ്യന്റ് ആണ്. ഇപ്പൊ കെയർ ഹോമിലാകുമ്പോഴത്തേക്കും ആ വേർഡിനോട് ഒരു വ്യത്യാസം ഉണ്ടല്ലേ? ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹോസ്പിറ്റൽ ഈസ് എ ഹോസ്പിറ്റൽ അല്ലേ. ഹോം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ പേരിൽ തന്നെ ഉണ്ട് നഴ്സിംഗ് ഹോം, ലൈക്ക് റെസിഡൻഷ്യൽ കെയർ ഹോം. അപ്പോൾ ഇറ്റ്സ് എ ഹോം. സോ ഹോമിൽ ജീവിക്കുന്ന ആരെ നമ്മൾ പോയിട്ട് പേഷ്യൻ്റ് ആകത്തില്ല. നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ റെസിഡൻസ് യൂസ് ചെയ്യുക, അല്ലെങ്കിൽ അവരുടെ പേര് പറഞ്ഞിട്ട് അവരെ ഇത് ചെയ്യുക. അതൊക്കെ ഭയങ്കര, അത് ഈ പറഞ്ഞ പോലെ ഡിഗ്നിറ്റി അല്ലെങ്കിൽ ആ ഒരു റെസ്പെക്ട് എന്നുള്ള ഒരു ഇതിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അത് ഒരു പോയിന്റ് ആണ് ഇവിടെ. അപ്പൊ നേഴ്സിനെ നമ്മളിവിടെ പറയുന്നത് വെച്ചാൽ നേഴ്സിംഗ് സ്കിൽസ് നമുക്ക് ഇവിടെ ട്രാൻസ്ഫർ ചെയ്യാം, കാരണം നമ്മളിവിടെ കെയറിംഗ് തന്നെയാണ് ചെയ്യുന്നത്. പക്ഷെ ആക്ച്വലി നമ്മളിവിടെ നേഴ്സിംഗ് അല്ല ചെയ്യുന്നത്. അപ്പൊ അതൊരു ഇച്ചിരി ഒരു there is a fine line between that. Okay, so thanks for that clarification. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ ഞാൻ കണ്ടിരിക്കുന്നത്, എനിക്ക് കുറച്ച് ഫ്രണ്ട്സ് ഒക്കെ CV അയച്ചു കണ്ടിരിക്കുന്നത് CV അങ്ങ് ഒരുപാട് വലിയ CV ആണ്. അപ്പം അവരുദ്ദേശിക്കുന്നത് they have a lot of experience, so why don't they show it? They have to show it. So അതിന്റെ ഒരു ഭാഗമായിട്ട് അവരുണ്ടാക്കുമ്പോൾ അത് ഒത്തിരി നീണ്ട വലിയൊരു CV. അപ്പം what do you expect when you are looking for a career? I mean, what you want, what you impress you? Okay. Definitely a long CV will not impress me because I don't have the time to sit down and read through the 4 pages of CV. I don't really like it. But നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ ഈ ഒരു ടൈമിൽ ആരും ഇത്ര വലിയ CV കൊണ്ട് ഇംപ്രസ് ചെയ്യാൻ പോകുന്ന ആരെയും. സോ മേക്ക് ഇറ്റ് ഈസി, ബ്രീഫ് ആൻഡ് simple for people to read and understand. So they should be able to ഒരു ഗ്ലാൻസിൽ തന്നെ അവർക്ക് മനസ്സിലാവണം നിങ്ങൾക്ക് ഓക്കെ ദിസ് ഇസ് ഷിബു, ഓക്കെ ഹി ഹാസ് ഡൺ ദിസ് ഡിഗ്രി, ഓക്കെ ഹി ഹാസ് ദിസ് മച്ച് ഓഫ് എക്സ്പീരിയൻസ്, ഓക്കെ ദാറ്റ്സ് ഓൾ ഐ നീഡ്. ബിക്കോസ് നമ്മുടെ ഇന്റർവ്യൂവിന്റെ പോയിന്റ് തന്നെ നിങ്ങളെ നേരിട്ടിരുന്ന് സംസാരിച്ച് അതിൽ പക്ഷെ അത് നമ്മുടെ CV ഒരു 2 പേജിൽ മാക്സിമം അതിൽ ഉണ്ടാവുക വേണം. അത്രേ വേണ്ടു CV.
അപ്പൊ ഒരു ട്രൈ ചെയ്യുക, ഒരു ലോങ് ആയിട്ടുള്ള പേജസ് ആൻഡ് പേജസ് ഓഫ് CV അവോയ്ഡ് ചെയ്യുക, അതാണ് നല്ലത്. ഓക്കെ, അപ്പൊ ഞാൻ മനസ്സിലാക്കിയത് നമ്മുടെ എക്സ്പീരിയൻസും നമ്മുടെ എക്സ്പെർട്ടീസും ഒക്കെ നമുക്ക് അതിനകത്ത് എഴുതാം, പക്ഷേ ഡോണ്ട് മേക്ക് ഇറ്റ് സോ ലോങ്. ഐ മേക്ക് ഇറ്റ് ബ്രീഫ്. ഐ മീൻ ലൈക്ക് യു ഡോണ്ട് ഹാവ് ടു സേ ദിസ് മെനി ഇയേഴ്സ് ഓഫ് ICU experience or what you did in that, so you don't have to do that, so just avoid that. Okay, that's a good point. And again, you're not attending a nurse interview, you're That's very important. Yeah, I just see that people അപ്പൊ ഇത് ഈ ഒരു മിസ്റ്റേക്ക് ഞാൻ കാണാറുണ്ട് പലപ്പോഴും. ആ CV കാണുമ്പോൾ അവരെ അപ്രോച്ച് ചെയ്യുന്നത് തന്നെ ഒരു നഴ്സിംഗ് ആയിട്ടാണ്. നമുക്ക് ആ ഒരു കോൺസെപ്റ്റ് ഇല്ലാത്തതുകൊണ്ടാവാം, പക്ഷെ അതൊക്കെ അതൊന്ന് കറക്റ്റ് ചെയ്യണം. അപ്പൊ ഈ കാണുന്നവർക്ക് എനിക്ക് പറയാനുള്ള ഇതാണ്, ആ സാധനം ഒന്ന് ആദ്യം നമ്മൾ മൈൻഡിൽ ക്ലിയർ ചെയ്യണം. വാട്ട് യു ഗോണ അപ്ലൈ, ദാറ്റ്സ് വൺ തിങ്. സോ പിന്നെ നിങ്ങൾ നഴ്സായിട്ട് വർക്ക് ചെയ്യുന്നിട്ടുള്ളത് നിങ്ങളുടെ CV വെക്കാം, അത് പ്ലസ് പോയിന്റ്. അത് നിങ്ങളുടെ ആണ്, നിങ്ങൾ അതാണ്. ബട്ട് അറ്റ് ദ സെയിം ടൈം നിങ്ങൾ അതിന്റെ അടിയിൽ കുറേ ലോങ് ആയിട്ട് ഇതൊക്കെ ചെയ്തു, അത് എനിക്ക് പ്രശ്നമില്ല. ബിക്കോസ് നിങ്ങൾ നഴ്സായിട്ട് വർക്ക് ചെയ്തു, ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. ബട്ട് എനിക്ക് അറിയണ്ട അതിനെ. That's a good one. Yeah, that's a good one. I mean, saying I'm a nurse is not a bad thing, but then don't keep on saying I'm a nurse because you are applying for a carer job. So just keep in the mind. Yeah. Okay, that's a good one. So how do you start the interview when somebody comes to you? Of course, if someone is coming to me and I'm having an interview with this person, I'll be asking, okay, tell me about yourself, okay? It's a classic question. Exactly. So, and also, നിങ്ങൾ അങ്ങനെ ഞാൻ ചോദിക്കുമ്പോഴത്തേക്കും I don't want to know your family background. I don't want to know your, ഭയങ്കര ആ ഒരു, എനിക്ക് ശരിക്കും ഞാൻ നിങ്ങൾ ചോദിക്കുമ്പോഴത്തേക്കും നിങ്ങൾ എന്ത് ചെയ്തു, നിങ്ങൾ ഓഫ് കോഴ്സ് നിങ്ങൾക്ക് പറയാം നിങ്ങളുടെ കൺട്രി എവിടെ നിന്ന് വരുന്നു എന്ന് പറയാം, നിങ്ങൾ എന്ത് ചെയ്തു ഇത്ര നാള്, എന്താണ് നിങ്ങളുടെ എഡ്യൂക്കേഷൻ എന്താണ്. വേണമെങ്കിൽ യു ക്യാൻ എൻഡ് ദാറ്റ് ആൻസർ ബൈ സെയിങ് ദാറ്റ് ഐ ലൈക്ക് ടു ഡു ദിസ് ഇൻ ലൈഫ്, അല്ലെങ്കിൽ ഐ ലൈക്ക് ടു ബി എ കെയറർ, ഐ ലൈക്ക് ടു ബി എ nurse later, or I like to be something personal. You want to go into your business, whatever it is, it's your personal interest അല്ലെങ്കിൽ ഹോബി പറഞ്ഞിട്ട് അവിടെ ഒരു പോസ് ചെയ്യാം. സോ I can ask you another question. ഓക്കെ, അപ്പൊ അതും വീണ്ടും ഇൻട്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ ജസ്റ്റ് ലൈക്ക് സ്റ്റാർട്ടിങ് എ കൺവെർസേഷൻ. അപ്പോൾ ഒരു ചെറിയ ബ്രീഫ് ആൻസേഴ്സിന്റെ ആവശ്യമുള്ളൂ, കാരണം ഓൾറെഡി നിങ്ങളുടെ CV ഓൾറെഡി അവിടെ ഇന്റർവ്യൂ ഇടയ്ക്ക് ഉണ്ട്, അപ്പം ദേ ഓൾറെഡി നോ അബൌട്ട് ഇറ്റ്. സോ അപ്പോൾ അത് എത്ര പ്രിസൈസ് ആയിട്ട് ചെയ്യാമെങ്കിൽ ജസ്റ്റ് ഒരു കൺവെർസേഷൻ സ്റ്റാർട്ട് ചെയ്യാനുള്ള കാര്യം, അതിൽ കൂടുതൽ സ്റ്റോറീസ് കൊടുക്കല്. പിന്നെ ഞാൻ മനസ്സിലാക്കിയെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഒരു പ്രിസൈസ് ചെയ്ത് നമ്മളൊരു പോസ്റ്റ് കൊടുക്കുക, then give them opportunity to ask the question. If you just keep on talking, then it's not gonna very much impressive. അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ് നിങ്ങൾ ചോദിക്കുന്നത്, കെയർ ഹോമിനെ പറ്റി ഈ കാൻഡിഡേറ്റ് അറിയണം എന്ന് നിർബന്ധമാണോ, നിങ്ങൾ പർട്ടിക്കുലർ ആണോ, you are like okay whether the question comes? Yes, if I'm the interviewer, of course I'm going to ask, what do you know about this company? How did you come to know about this company? And what do you know about this company? And I do not want you to be known the beginning of the company, who created, who is the director. No, I'm not asking for that. But at least tell me that you did a bit of research on the Google. Of course, everything is in Google, so go and research and tell me that, okay, yes, I went to the Google and I found that you have this much of rooms, or this is your capacity, that shows. ഇവിടെ വേറൊരു ക്വസ്റ്റ്യൻ കൂടെ ചോദിക്കാനുള്ളത്, ഒരുപാട് എന്നോട് ഫ്രണ്ട്സ് ചോദിക്കുന്ന ഒരു കാര്യം, ഈ വിസ പ്രോസസ്സിംഗ്, സീനിയർ കെയർ വിസ ടു UK സ്വന്തമായിട്ട് ഒരു ഏജന്റിന്റെ ഹെൽപ്പ് ഇല്ലാതെ ചെയ്യാൻ പറ്റുമോ എന്ന് ഒന്ന് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ദ സെക്കൻഡ് ക്വസ്റ്റ്യൻ ഈസ് ഏജൻസീസിനെ അല്ലെ റിക്രൂട്ടേഴ്സിനെ നമ്മൾ അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ അവരെ എങ്ങനെ നമ്മൾ ട്രസ്റ്റ് ചെയ്യും, പിന്നെ അതിന്റെ ഫുൾ ഓവറോൾ കോസ്റ്റ് അപ്രോക്സിമേറ്റ്ലി എത്ര ആയിരിക്കും? ആദ്യത്തെ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാം. സ്വന്തമായിട്ട് നിങ്ങൾക്ക് വിസ പ്രോസസ് ചെയ്യാൻ പറ്റുന്ന, സ്വന്തമായിട്ട് നിങ്ങൾക്ക് ഈ വിസ പ്രാക്ടിക്കലി പ്രോസസ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്, അല്ലെങ്കിൽ ഓൾമോസ്റ്റ് ഇമ്പോസിബിൾ ആണ്. കാരണം നിങ്ങൾക്ക് ഫസ്റ്റ് ഒരു സ്പോൺസർ വേണം. ദാറ്റ് മീൻസ് നിങ്ങളെ ഒരു കമ്പനി നിങ്ങളെ സ്പോൺസർ ചെയ്യാൻ റെഡി ആയിട്ട് മുന്നോട്ട് വരണം. കാരണം കമ്പനിയാണ് നമുക്ക് CEOs സ്പോൺസർഷിപ്പ് ലെറ്റർ തരുന്നത്. ഓക്കെ, അപ്പം അങ്ങനെ ഒരു കമ്പനി നിങ്ങളെ സ്പോൺസർ ചെയ്യാൻ മുന്നോട്ട് വരുമോ, അതാണ് ക്വസ്റ്റ്യൻ. ഞാനൊരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. എനിക്കിപ്പം ഇന്ത്യയിൽ ഇരുന്നിട്ട് ഒരാൾ എനിക്കൊരു CV സെൻഡ് ചെയ്യാണ്. അപ്പം ഞാൻ അത് സെൻഡ് ചെയ്തെന്ന് ഞാൻ കണ്ടു. ഓഫ് കോഴ്സ് ഒരു മീഡിയം കുഴപ്പമില്ലാത്തൊരു കാൻഡിഡേറ്റ് ആണ്. എന്നാൽ പോലും ഞാൻ ഒരു സ്റ്റെപ്പ് ബാക്ക് എടുക്കും. ബിക്കോസ് ഞാൻ ഇനിഷ്യേറ്റീവ് എടുത്തിട്ട് അവരെ സ്പോൺസർ ചെയ്യത്തില്ല. കാരണം first of all, I don't know you, okay? I don't know how genuine you are. Anyone can create a CV and they can send it to me. I don't know. So I would ഞാൻ അല്ലെങ്കിൽ rather go with an agent, because എനിക്ക് ഓൾറെഡി ഒരു റിക്രൂട്ടർ ഉണ്ട്. അപ്പം അയാളിൽ നിന്ന് ഞാൻ നേരത്തെ ആൾക്കാരെ എടുക്കുന്നുണ്ട്. അയാൾ എന്നെ അവിടെ ഞങ്ങൾ തമ്മിൽ ഒരു ഫീസ്, അവരുടെ ഒരു റിലേഷൻ ഉണ്ട്. എന്തെങ്കിലും if something goes wrong, I can go to him because exactly he lives in UK. ഞാൻ സെക്യൂർ ആണ് അവിടെ, ഞാൻ കംഫർട്ടബിൾ ആണ് അവിടെ. ഞാൻ ആസ് എ കമ്പനി ഞാൻ വെളിയിൽ പോയിട്ട് ഇങ്ങനെ ഒരു സംഭവം ചെയ്തില്ല. നോ മാറ്റർ എത്ര ചീപ്പാണെങ്കിലും ഇതാണെങ്കിലും.
അതല്ല ഒരു നേഴ്സാണ്, ഒരു NMC പിൻ നമ്പർ ഓൾറെഡി ഉള്ള നേഴ്സാണ് ഇത് അപ്ലൈ ചെയ്യുന്നെങ്കിൽ ഓക്കെ, ഞാൻ ചിലപ്പം എൻ്റെ ഔട്ട് ഓഫ് വേയിൽ പോയിട്ട് ഞാനൊന്നും കൂടി ട്രൈ ചെയ്യും. അത് ഡിഫറെൻറ്റ് സിനാരിയോ. അപ്പം ഒരു സീനിയർ കെയർ വിസ നിങ്ങൾക്ക് ഇത് ഡയറക്റ്റ്ലി അപ്ലൈ ചെയ്യാൻ വേണ്ടി ഒരു കമ്പനി നിങ്ങൾക്ക് ഒരു സ്പോൺസർഷിപ്പിൽ തരുമോ എന്നുള്ളത് ഡൗട്ട്ഫുൾ ആണ്. അത് കുറച്ച് ഇതായിട്ടുള്ള കാര്യമാണ്. പക്ഷെ അതേ നിങ്ങൾ ഒരു റിക്രൂട്ടർ വഴി പോകുമ്പോഴത്തേക്കും അത് കുറച്ചുകൂടെ പ്രാക്ടിക്കാലിറ്റി കുറച്ചുകൂടെ കൂടുതലാണ്. അതൊരു ആൻസർ. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ, നിങ്ങൾ റിക്രൂട്ടേഴ്സ് വരെ ട്രസ്റ്റ് ചെയ്യാൻ പറ്റുമോ? അങ്ങനെ ചീറ്റിംഗ്, ഒരുപാട് കള്ള ഏജൻസീസ് ഉണ്ടെന്ന് പറഞ്ഞ് ഇങ്ങനെ എലിഗേഷൻസ് ഉണ്ട്. എനിക്ക് തോന്നുന്നു ഷിബു ഈ ലോകത്ത് മുഴുവൻ അങ്ങനെയുള്ള ആൾക്കാരുണ്ട്, നല്ലവരുണ്ട് ചീത്തവരുണ്ട്. അതെ, പിന്നെ നമ്മുടെ ഒരു ഇത് അനുസരിച്ചിരിക്കും ഒരു. പക്ഷെ ഇപ്പം ഇന്നത്തെ ഒരു കാലത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ ഒരു ഇത് ആയിട്ടുള്ള കുറച്ചുകൂടി ഈസിയാന്ന് തോന്നുന്നു. കാരണം ഇവിടെ നമുക്ക് ഒത്തിരി ടെക്നോളജി ഇതുണ്ട്. അപ്പം അതുവഴി നമുക്ക് നോക്കാം. പിന്നെ ആൾക്കാർ വളരെ ക്ലോസ് ആയിട്ടാണ് ജീവിക്കുന്നത് ബിക്കോസ് ഓഫ് ഇന്റർനെറ്റ് ഒക്കെ. അപ്പം നിങ്ങൾക്ക് അതുവഴി ഡിസ്റ്റൻസ് ഒരു പ്രോബ്ലം, നിങ്ങൾക്ക് അതിന്റെ ഒരു ഒതന്റിസിറ്റി ഒക്കെ നമുക്ക് കുറേയൊക്കെ മനസ്സിലാക്കാൻ പറ്റും. അത് എനിക്ക് തോന്നുന്നു അത് കുറച്ചുകൂടി സേഫ് ആണെന്ന് തോന്നുന്നു റിക്രൂട്ടേഴ്സ് വഴി പോകുന്നത്. പിന്നെ അവരെത്രമാത്രം ചാർജ് ചെയ്യുന്നുള്ളത് ഡിപ്പെൻഡ്സ് ഓൺ യു ആക്ച്വലി. കാരണം നിങ്ങളുടെ സ്കിൽസും നിങ്ങളുടെ CV യും അല്ലെങ്കിൽ നിങ്ങളുടേതായിട്ടുള്ള ഇതും വെച്ചിട്ടാണ് നിങ്ങൾ പറയാം. അപ്പം അവരാദ്യം നോക്കുന്ന റിക്രൂട്ടേഴ്സ് നോക്കുന്ന ഓക്കെ, ഇയാളെ എടുത്തിട്ട് എനിക്ക് ഇന്ന കെയർ ഹോമിൽ കൊടുക്കാം, അപ്പം എനിക്ക് ഇത്ര കാശ് കിട്ടും, ഇയാളുടെ അങ്ങനെയൊക്കെ നോക്കിയിട്ട് അവർ നിങ്ങളുടെ ഫീസ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നോക്കുന്നത്. ഓക്കെ, നിങ്ങൾ ഒരു നേഴ്സാണ് ബാക്ക് ഹോം, നിങ്ങൾക്ക് GNMO അല്ലെങ്കിൽ BSc ഉണ്ട്. BSc ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ നല്ലതാണ്. അതെ, അതുമല്ല നിങ്ങൾ ഒരുപാട് പ്രാവശ്യം IELTS എഴുതി അതിൻ്റെ സ്കോറൊക്കെ എനിക്ക് നിങ്ങളുടെ CV കാണാം. ഓക്കെ, നിങ്ങൾ ഓൾമോസ്റ്റ് അറ്റ് ദ എഡ്ജാണ്, നിങ്ങൾക്ക് NMC രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി. ഓക്കെ, അപ്പം നിങ്ങൾ ഒരു സ്ട്രോങ് കാൻഡിഡേറ്റ് ആണെന്ന് പറഞ്ഞിട്ട് ഞാൻ നിങ്ങളെ എടുക്കും. അപ്പം നിങ്ങളെ എനിക്ക് മാർക്കറ്റ് ചെയ്യാൻ ഈസിയാണ്. കാരണം ഞാൻ നിങ്ങളുടെ CV ഒരു കമ്പനിക്ക് കൊടുത്തിട്ട് പറയും, ഇത് ഭയങ്കര സ്ട്രോങ് കാൻഡിഡേറ്റ് ആണ്, കാരണം ഒരു ഓൾമോസ്റ്റ് ഇപ്പം ഇത് കിട്ടും, പിൻ നമ്പർ കിട്ടും, ഇങ്ങനെ കിട്ടും എന്ന് നെഗോഷിയേറ്റ് ചെയ്യുമ്പോഴത്തേക്കും അവരുടെ ഫീസ് കുറയും. അപ്പം അതിനനുസരിച്ച് ഈ റിക്രൂട്ടറിന് നിങ്ങൾക്ക് കുറഞ്ഞ ഫീസിൽ നിങ്ങളെ ചാർജ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഈ റിക്രൂട്ടേഴ്സ് ചെയ്യുമ്പോഴത്തേക്കും അവർക്ക് ഈ പേപ്പർ വർക്ക്സ് ഒക്കെ ചെയ്യാൻ വേണ്ടി ആരും ഫ്രീ ആയിട്ടൊന്നും ചെയ്തു കൊടുക്കത്തില്ല അല്ലേ. അപ്പം അതിനനുസരിച്ച് ഡിപ്പെൻസ് ഓൺ അവരുടെ ജോലി വർക്ക് ലോഡ് അനുസരിച്ച് അവർ നിങ്ങളെ ചാർജ് ചെയ്യും. അത് എത്രയാണെന്ന് കറക്റ്റ് അല്ല. അതുപോലെ തന്നെ വേറൊരു കാൻഡിഡേറ്റ് ആണ്, അവർ IELTS അല്ലെങ്കിൽ OET എഴുതിയിട്ടില്ല, അവരുടെ എക്സ്പീരിയൻസ് കുറവാണ്, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അത് ഇറ്റ്സ് ഓൾ ഡിപ്പെൻസ്. അതുപോലെ തന്നെ നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഇതൊക്കെ ഇമ്പോർട്ടൻ്റ്. എക്സാക്ട്ലി. അപ്പം അതൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം ഞാൻ പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ചാടിക്കേറി ആർക്കും കൊണ്ടുപോയിട്ട് കാശ് കൊടുക്കരുത്. കാരണം ഇതിൻ്റെ പ്രോസസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്ത് നിങ്ങൾക്കൊരു ഇൻ്റർവ്യൂ അവർ ഒപ്പിച്ച് തന്നു, നിങ്ങൾ ആ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു, എന്നിട്ട് ഒഫീഷ്യലി നിങ്ങളുടെ ഇമെയിലിൽ എന്തെങ്കിലും വന്നു, ഒരു എന്താ പറയുക ഓഫർ ലെറ്ററോ അതുപോലുള്ള എന്തെങ്കിലും വന്നു, നിങ്ങൾക്ക് അത് കാണാൻ പറ്റിയെന്നുണ്ടെങ്കിൽ ആ ഒരു ഫസ്റ്റ് ഫേസ് അത് തീരട്ടെ, എന്നിട്ട് നിങ്ങൾ പിന്നെ ഇത് എന്താ പറയുക ഇതിന് വേണ്ടിയിട്ട് കാശ് കൊടുക്കുക എന്ന് ഞാൻ പറയും. IELTS സ്കോർ ആണോ OET ആണോ അങ്ങനെ ചോദിക്കുന്നുണ്ട്, അത് എങ്ങനെയാണ് ഇതിനെപ്പറ്റി? IELTS സ്കോർ നിങ്ങളുടെ UKVA പിന്നെ ഇത് വിസ സബ്മിഷൻ ഇപ്പം എല്ലാം കഴിഞ്ഞു, നിങ്ങളുടെ ഇന്റർവ്യൂ ഒക്കെ ഇത് കഴിഞ്ഞു, വിസയ്ക്ക് അപ്ലൈ ചെയ്യാൻ പോകുമ്പോഴത്തേക്കും അവിടെ ഒരു IELTSന്റെ ആവശ്യമുണ്ട് നോർമലി. അതല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ ഓപ്ഷൻ ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാറിക് എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവം ഉണ്ട്. അതിൽ വന്നിട്ട് നിങ്ങളുടെ ഇതൊക്കെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എക്സാക്ട്ലി അതെല്ലാം ഇട്ട് കൊടുക്കുമ്പോഴത്തേക്കും അവരത് UK ഇതായിട്ടുള്ള ലെവലിലോട്ട് അവർ കൺവേർട്ട് ചെയ്തിട്ട് നിങ്ങൾക്കൊരു ഇത് സംഭവം തരും. അതിൽ ഇത്ര പെർസെൻറ്റേജ് നിങ്ങൾ സ്കോർ ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇത്ര ഇതാണെങ്കിൽ നിങ്ങൾക്ക് IELTS ഒഴിവാക്കാം. പക്ഷെ ഇത് ചെയ്യുന്നെന്ന് പറയുന്നുണ്ടെങ്കിൽ ഒരു ലോങ് പ്രോസസ് ആണ്. അതിന് തന്നെ നിങ്ങൾ കുറച്ച് കാശ് കൊടുക്കണം, സമയം വേസ്റ്റും. അതിലും ഭേദം ഞാനാണെങ്കിലും ഞാൻ പോയിട്ട് ഒരു IELTS എഴുതി, നിങ്ങൾക്ക് ഒരുപാട് സ്കോർ വേണ്ട, ഏതാണ്ട് 5 or 5.5 എന്തോ മതി. അത് ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അതെ. അപ്പം അത് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈസി ആയിട്ട് ചെയ്യാവുന്നേ ഉള്ളൂ, അല്ലാതെ ഇറ്റ്സ് അപ് ടു യു അഗൈൻ. പിന്നെ അപ്പൊ ഇവിടെ വേറൊരു ക്വസ്റ്റ്യൻസ് ഒരുപാട് എന്നോട് ഫ്രണ്ട്സ് ചോദിച്ചിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, വാട്ട് ഡു യു നോ അബൌട്ട് കെയർ ഹോം ആൻഡ് വാട്ട് ഈസ് യുവർ ജോബ് ഡിസ്ക്രിപ്ഷൻ? ഈ ഒരു ക്വസ്റ്റ്യൻ വരുവാണെങ്കിൽ അതിന്റെ ആൻസർ അറിയണം എന്ന് നിർബന്ധമുണ്ടോ? അറിയണമെങ്കിൽ അത് എത്രത്തോളം ഇൻഡെപ്ത് അറിഞ്ഞിരിക്കണം? അതാണ് ഒരു അടുത്ത ക്വസ്റ്റ്യൻ. കെയർ ഹോം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇന്റർവ്യൂവിന് വന്നിരിക്കുന്ന കെയർ ഹോമിനെ കുറിച്ചുള്ള ഓഫ് കോഴ്സ് ഇപ്പം എൻ്റെ മുമ്പിൽ ആരെങ്കിലും വന്നിരിക്കുകയാണെങ്കിൽ
ഞാൻ ചോദിക്കും, ബിക്കോസ് ഞാൻ എൻ്റെ കമ്പനി റെപ്രസെൻറ്റ് ചെയ്യുകയാണ്. അപ്പം ഞാൻ ചോദിക്കും, നിങ്ങൾക്ക് ഈ കമ്പനിയെ കുറിച്ച് എന്താ പറയുക, വോട്ട് യു നോ അബൌട്ട് ദിസ് കമ്പനി, ഹാവ് യു ഹേർഡ് അബൌട്ട് ഇറ്റ്, ഹൗ ഡിഡ് യു ഹേർഡ് അബൌട്ട് ഇറ്റ്. അതൊരു ഒരു നോർമൽ ക്വസ്റ്റ്യൻ ആണ്. അപ്പം നിങ്ങൾ ഭയങ്കരമായിട്ട് കമ്പനി അല്ലെങ്കിൽ അതെപ്പോഴാണ് ലോഞ്ച് ചെയ്തത് അല്ലെങ്കിൽ എത്ര വർഷമായിട്ട് അങ്ങനെ ഭയങ്കര ഡെപ്ത് ആയിട്ടുള്ള ഇൻഫർമേഷൻ ഒന്നും നിങ്ങൾക്ക് അറിയണമെന്ന് നിർബന്ധമില്ല. എന്നിരുന്നാൽ കൂടിയും നിങ്ങൾ ഗൂഗിളിൽ പോവുക, ഈ കമ്പനിയെ കുറിച്ച് സെർച്ച് ചെയ്യുക, ഈ ഹോമിനെ കുറിച്ച് സെർച്ച് ചെയ്യുക. യെസ്, ഞാൻ ഗൂഗിളിൽ പോയി ഞാൻ സെർച്ച് ചെയ്തു, ഞാൻ ഇത്ര ഇൻഫർമേഷനാണ് എനിക്ക് കിട്ടിയത്, നിങ്ങൾക്ക് ഇത്ര മാത്രം കപ്പാസിറ്റി ഉണ്ട്, നിങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്ന കെയർ നഴ്സിംഗ് ആണ് അല്ലെങ്കിൽ റെസിഡൻഷ്യൽ കെയർ ആണ്, ഇത്രയും വളരെ ബ്രീഫ് ആയിട്ടുള്ള ഒരു ഇത്. അപ്പൊ ജോബിനെ പറ്റി അറിഞ്ഞിരിക്കണം. അപ്പൊ ആസ് എ കെയറർ നമ്മൾ ജോബിനാണ് പോകുന്നത്, പക്ഷെ അതിന് മുന്നേ നമ്മൾ ഞാൻ കെയറായിട്ട് പോകാൻ ഞാൻ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളുണ്ടോ, അതായത് ഞാൻ എത്രത്തോളം അറിഞ്ഞിരിക്കണം എന്റെ ജോബിനെ പറ്റി? ആ ഒരു ചോദ്യം വരും. അത് ഇച്ചിരി ട്രിക്കിയാണ്. ഞാനൊരു റിസർച്ച് ചെയ്യണോ, അപ്പൊ ഞാൻ അവിടെ വന്നിട്ട് അവർ ട്രെയിൻ ചെയ്ത് തരുവാന്ന് വിചാരിച്ചാൽ മതിയോ? ഓഫ് കോഴ്സ്, ബിക്കോസ് ഞാനിപ്പം പേഴ്സണലി ഒരു ജോബിന് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഏത് ജോബാണോ അവിടെ ഉള്ളത് ആ ജോബ് അഡ്വർടൈസ്മെന്റ് അടിയിൽ തന്നെ ഉണ്ടാവും വാട്ട് ഈസ് യുവർ റെസ്പോൺസിബിലിറ്റി, അല്ലെങ്കിൽ നിങ്ങൾ എന്താണ് ചെയ്യാൻ പോകുന്നത്, ഞങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പോൾ അത് എന്തായാലും റീഡ് ചെയ്തിട്ടാണല്ലോ നമ്മൾ ഒരു ജോബ് ഇന്റർവ്യൂവിന് അപ്ലൈ ചെയ്യുന്നത്. അതൊരു ഒരു ഒരു എക്സ്പെക്ടേഷൻ ആണ് നിങ്ങളിലുള്ളത്. നിങ്ങൾ ഈ ജോബിനെ കുറിച്ച് മനസ്സിലാക്കിയിട്ടാണോ വരുന്നതെന്നുള്ളത് ഓഫ് കോഴ്സ് അത് ആവശ്യമാണ്. ഇവിടെ വേറൊരു കാര്യം ഞാൻ മനസ്സിലാക്കിയെന്ന് പറഞ്ഞാൽ, ഇന്ത്യയിൽ അല്ലെ നമ്മൾ വർക്ക് ചെയ്യുന്ന ഇന്ത്യൻ ബാക്ക്ഗ്രൗണ്ട് വരുമ്പോഴത്തേക്കും നമ്മൾ ചെയ്യുന്ന ഡേ ടു ഡേ ചെയ്യുന്ന കാര്യങ്ങൾ എന്നോടും പറഞ്ഞിട്ടുള്ളൊരു കാര്യം എന്റെ മാനേജർ, പല കാര്യങ്ങളും നമ്മൾ ചെയ്യും, നമ്മൾ പറയാറില്ല, അല്ലെ നമ്മൾ പ്രൊമോട്ട് ചെയ്യാറില്ല, നമ്മൾ സെൽഫ് പ്രൊമോഷൻ വളരെ കുറവാണ്. അതിനെപ്പറ്റി ഒന്ന് പറയാം. നമ്മൾ ആ ഇന്ത്യയിൽ വരുന്ന ഒരു കാൻഡിഡേറ്റിന്റെ പ്രശ്നമായിട്ട് എനിക്ക് തോന്നുന്നു. അങ്ങനെ അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഞാൻ പലപ്പോഴും ആൾക്കാരുടെ അടുത്ത് ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോഴത്തേക്കും ഞാൻ ചോദിക്കും, നിങ്ങൾ എങ്ങനെയാണ് വർക്ക് ചെയ്തത് അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് വർക്ക് ഉദ്ദേശിക്കുന്നത്. അപ്പം അവർക്ക് ഓൾറെഡി അറിയാം, ഓക്കെ ഞാൻ വരുന്നു എല്ലാ ദിവസവും ചെയ്യുന്ന കാര്യങ്ങൾ, പക്ഷെ അവർക്ക് അത് വെർബലൈസ് ചെയ്യാൻ അറിയത്തില്ലായിരിക്കും. അപ്പം ആയിരിക്കും. അപ്പം നിങ്ങളിപ്പോ ഒരു പേഷ്യന്റിന്റെ റൂമിൽ കയറി നിങ്ങൾ പേഴ്സണൽ കെയർ കൊടുക്കാന്ന് വിചാരിക്കുക. അപ്പം നിങ്ങൾ പറയാം, ഓക്കെ ഞാൻ പേഷ്യന്റ് അടുത്ത് പോയി പേഴ്സണൽ കെയർ കൊടുക്കുകയാണ്. അതിന് പകരം ഓക്കെ ഐ വിൽ ഫസ്റ്റ് നോക്ക് ഓൺ ദ ഡോർ, ഐ വിൽ എൻറ്റർ ഇൻ ടു ദ റൂം ആൻഡ് ദെൻ ഐ വിൽ ഗ്രീറ്റ് ദം, ഗുഡ് മോർണിംഗ്, ഗുഡ് ആഫ്റ്റർനൂൺ എന്ന് പറഞ്ഞിട്ട് ദെൻ ഐ വിൽ ആസ്ക് ദം ഇഫ് ഇറ്റ് ഈസ് ഓക്കെ ഇഫ് ഐ ക്യാൻ പ്രൊവൈഡ് ദിസ് കെയർ. ബിക്കോസ് നമ്മളിത് പഠിച്ചാണ് കൺസെന്റ് അല്ലേ, കൺസെന്റ്. അപ്പം നമ്മൾ ആദ്യമേ ചോദിക്കുന്നത്, ഞാൻ ഇത് തരട്ടെ, ഞാൻ ഇത് നിങ്ങൾക്ക് ചെയ്യട്ടെ, നിങ്ങൾ ഓക്കെ ആണോ എന്നുള്ളത്. അത് ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ പറഞ്ഞില്ലെങ്കിൽ ഞാൻ അറിയില്ല നിങ്ങൾക്ക് അതിന്റെ നോളജ് ഉണ്ടെന്ന്. അതുപോലെ തന്നെ കർട്ടനും ജനലും ഒക്കെ ഓപ്പൺ ആയിട്ട് കിടക്കുവാണെങ്കിൽ നിങ്ങൾ നോർമലി നിങ്ങൾ എന്ത് ചെയ്യും, അത് ക്ലോസ് ചെയ്യും. പക്ഷെ നിങ്ങൾ അത് പറയത്തില്ല. നിങ്ങൾക്ക് അത് അണ്ടർസ്റ്റാൻഡ്, പക്ഷെ നിങ്ങളുടെ അണ്ടർസ്റ്റാൻഡിങ് എന്താണെന്ന് എനിക്ക് അറിയണമെങ്കിൽ നിങ്ങൾ വാർന്നു പറഞ്ഞാലേ അറിയത്തുള്ളൂ. അപ്പൊ അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾ ഇവിടെ എനിക്ക് പറയാനുള്ളത് വെച്ചാൽ, നമ്മളിപ്പോ ഒരു കുക്കറി ഷോയുടെ ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ, ഇപ്പൊ നമ്മൾ പറയും സാധനങ്ങളെല്ലാം ഒപ്പിച്ച് വെച്ച് ഗ്യാസ് വെച്ച് കുക്ക് ചെയ്യാന്ന് പറയുമ്പോൾ ഗ്യാസ് കത്തിക്കുക എന്നുള്ള പറയേണ്ട ആവശ്യമില്ലല്ലോ. ഗ്യാസ് കത്തിച്ചാൽ വേറെ എല്ലാവർക്കും, പക്ഷേ ആ കത്തിക്കാന്ന് പറയേണ്ട ആവശ്യമാണ് ഇവിടെ അല്ലേ. കാരണം നിങ്ങളൊന്നും ചെയ്ത് കാണിക്കുമല്ലോ, നിങ്ങൾ പറഞ്ഞ് നിങ്ങൾ ഫലിപ്പിക്കുകയാണ്. എനിക്ക് ഇതിന്റെ ഒക്കെ കഴിവുണ്ട്, ഞാൻ ഏബിൾ ആണ് ഇതൊക്കെ ചെയ്യാൻ വേണ്ടി. പക്ഷെ നിങ്ങൾ പറയാതെ എനിക്ക് അറിയത്തില്ല നിങ്ങൾ ഏബിൾ ആണ്, കാരണം നിങ്ങൾ ചെയ്തല്ല കാണിക്കുന്നത്, പറഞ്ഞാൽ. ഞാൻ മനസ്സിലാക്കുന്നത് അപ്പൊ നമ്മൾ പലപ്പോഴും എടുക്കും നോക്ക് ചെയ്തെന്ന് പറയേണ്ട ഒരു സില്ലി, അതിന്റെ ആവശ്യം ഇല്ലല്ലോ. പക്ഷെ ഇമ്പോർട്ടന്റ് ഒരു ആസ്പെക്ട് ആണ്. അടുത്തത് എനിക്കറിയേണ്ടതെന്ന് പറഞ്ഞാൽ, എന്താണ് മെയിൻ ക്വാളിറ്റീസ് ഇപ്പം വിനിത ഇന്റർവ്യൂ ചെയ്യാൻ നോക്കുന്നത് വെച്ചാൽ, ഒരുപാട് ക്വാളിറ്റീസ് നമുക്ക് നോളജ് വേണം, സ്കിൽസ് വേണം, അങ്ങനെയൊക്കെ വേണം. വിനിത ഏത് ക്വാളിറ്റിയാണ് എപ്പോഴും ഒരു മുൻതൂക്കം കൊടുക്കുന്നത്? എൻ്റെ ഫ്രണ്ടിലിരിക്കുന്ന ആള് ഒരു ഗുഡ് കമ്മ്യൂണിക്കേറ്റർ ആണോ എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് എനിക്ക്. ഇപ്പം എൻ്റെ ഫ്രണ്ടിൽ 2 പേരിരിക്കുകയാണ്. ഒരാൾക്ക് ഒരുപാട് ഡിഗ്രീസ് ഉണ്ട്, ഡിഗ്രി, MSc, BSc, whatever it is. പിന്നെ മറ്റേ ആൾക്ക് മിനിമമേ ഉള്ളൂ, ബട്ട് ഹീസ് എ റിയലി ഗുഡ് കമ്മ്യൂണിക്കേറ്റർ. കക്ഷിയെടുത്ത് ഞാൻ ചോദിക്കുന്നതിന് ആൻസർ പറയാൻ അറിയാം, അയാൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അറിയാം. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ്. അപ്പം എൻ്റെ ചോയ്സ് ഓഫ് കോഴ്സ് ഈ കമ്മ്യൂണിക്കേറ്ററിനായിരിക്കും. അപ്പം കമ്മ്യൂണിക്കേഷൻ ഉള്ള ആളെ ഞാൻ എന്തായാലും ഹയർ ചെയ്യും. മറ്റാൾ പറ്റുവാണെങ്കിൽ, ഇല്ലെങ്കിൽ അയാളെ ഒരു സെക്കൻഡ് ഓപ്ഷൻ ആയിരിക്കും. ഓക്കെ, അപ്പൊ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കി പറഞ്ഞാൽ, ഇവിടെ നമ്മുടെ സർവീസ് യൂസേഴ്സ് അല്ലെ, നമ്മൾ കെയർ കൊടുക്കുന്ന ഓഡിയൻസ് അല്ലെ, ആൾക്കാര് പ്രായമുള്ളവരാണ്. അവർ ചിലപ്പോൾ ഡിമെൻഷ്യ ആയിരിക്കും, അല്ലെ പല പ്രശ്നങ്ങളും. അപ്പൊ അവർ ചിലപ്പോൾ ഒരുപാട് അലേർട്ട് അല്ലായിരിക്കും. അപ്പൊ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ്. നമ്മൾ പറയുന്ന കാര്യം അവരിലേക്ക് മനസ്സിലാക്കി കൊടുക്കുകയും, അവർ പലപ്പോഴും പ്രോപ്പറായിട്ട് വെർബലൈസ് ചെയ്യാൻ അവർക്ക് പറ്റിയില്ലെന്ന് വരുമായിരിക്കും. ഒരു ഗ്ലാസ് വെള്ളം വേണമെങ്കിൽ ചിലപ്പോൾ അവർ വെള്ളത്തിലേക്ക് നോക്കുമായിരിക്കും ചെയ്യുന്നത്. അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കി ആ വെള്ളം എടുത്ത് കൊടുക്കുക, അതാണ് മെയിൻ ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതാണ് ഇവിടെ ഇമ്പോർട്ടൻറ്റ്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഇപ്പം ഓൾഡ് ഏജ് ആയിട്ടുള്ള ആൾക്കാർ അവർ വൾണറബിൾ ആണ്, അവർക്ക് സ്വന്തമായിട്ടൊന്നും ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് നമ്മൾ അവിടെ കെയർ ചെയ്യാൻ
പോകുന്നതെന്ന് അറിയാം. അപ്പം അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അവരെ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള സ്കില്ലെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. മുൻതൂക്കം വരുന്ന ഡെഫിനറ്റ്ലി കമ്മ്യൂണിക്കേഷൻ ആണ്. നമുക്ക് ഒരുപാട് ഡിഗ്രി ഉണ്ടെന്ന് മാത്രം പറഞ്ഞതിന്റെ കാര്യമില്ല. നിങ്ങൾ ഡിഗ്രി won't help you in that situation, but communication will help you in that situation. അപ്പൊ ഇവിടെ വേറെ എന്റെ ഒരു പേഴ്സണൽ ആയിട്ട് എനിക്ക് തോന്നുന്ന ലീഡർഷിപ്പ് എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടന്റ്. അപ്പൊ അത് എവിടെയാണ് ഇവിടെ അവർ നമ്മൾ നോക്കുന്നത്, അല്ലെ കാൻഡിഡേറ്റിൽ അത് എവിടെ അവർ യൂസ് ചെയ്യുന്നത്? വൈ ദേ നീഡ് ലീഡർഷിപ്പ് സ്കിൽസ്? ഇവിടെ ഒരുപാട് കേൾക്കുന്നുണ്ട് കേട്ടോ ലീഡർഷിപ്പ്. ബിക്കോസ് നിങ്ങളെ ഹയർ ചെയ്യുന്നത് സീനിയർ ഹെൽത്ത് കെയർ അസിസ്റ്റന്റ് ആയിട്ടാണ്, അല്ലെങ്കിൽ ചില കമ്പനീസ് നിങ്ങളെ കോൾ ചെയ്യുന്നത്, നിങ്ങളെ സംബോധന ചെയ്യുന്നത് ടീം ലീഡർ ആയിട്ടാണ്. ഇത് രണ്ടും ഒരേ ജോബാണ്, രണ്ടായിട്ട് രണ്ട് പേരുണ്ടെന്നേ ഉള്ളൂ. അത് മാത്രമല്ല, നിങ്ങളൊരു നേഴ്സാണ്. ഇപ്പം നിങ്ങൾ നേഴ്സ് ആണെങ്കിൽ, ബാക്ക് ഹോമിൽ നിന്ന് നാട്ടിൽ നിന്ന് വരുന്ന നേഴ്സ് ആണെങ്കിൽ, നിങ്ങളെ ഓൾറെഡി നേഴ്സിംഗിൽ ലീഡർഷിപ്പ് സ്കിൽ എന്നുള്ളത് പഠിപ്പിച്ച് കഴിഞ്ഞിട്ടിരിക്കുന്നു അല്ലേ? അപ്പം അതിനു വേണ്ടിയാണ് നിങ്ങൾ ഇവിടെ കൊണ്ടുവരുന്നത്. അപ്പം ഒരു ഗ്രൂപ്പ് ഓഫ് സ്റ്റാഫിനെ നിങ്ങൾ വൺസ് നിങ്ങൾക്ക് ട്രെയിനിങ് ആവശ്യമുള്ള ട്രെയിനിങ് കിട്ടി, നിങ്ങളുടെ മാനേജർ പറഞ്ഞു ഓക്കെ നൗ യു ആർ എൻ ഇൻഡിപെൻഡന്റ് സീനിയർ ഹെൽത്ത് കെയർ അസിസ്റ്റന്റ് ടീം ലീഡ് ആണെന്ന് പറയുവാണെങ്കിൽ, സോ യു ഹാവ് എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ടു ലീഡ് അല്ലെങ്കിൽ ഗൈഡ് അല്ലെങ്കിൽ അവരെ മാനേജ് ചെയ്യാൻ വേണ്ടി. അതെ, അപ്പം അവരെ ഗൈഡ് ചെയ്യേണ്ടത് മാനേജ് ചെയ്യേണ്ടത് നിങ്ങളുടെ റെസ്പോൺസിബിൾ. അത് വൺ ഓഫ് യുവർ ജോബ് ഡിസ്ക്രിപ്ഷൻ ആയി മാറിക്കഴിഞ്ഞു. അപ്പം ഇറ്റ് ഈസ് അതിന് ട്രെയിനിങ് തരും, പക്ഷെ നിങ്ങൾ ആ ഒരു സ്കില്ല് നിങ്ങൾക്ക് ഓൾറെഡി ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് നിങ്ങൾ ഈ ഇന്റർവ്യൂവിന് വരുന്നത്. അപ്പം അത് ഇമ്പോർട്ടന്റ് ആണ്. കമ്മ്യൂണിക്കേഷൻ രണ്ട് സ്കിൽസ് ആയി. ഇതല്ലാതെ വേറെ കുറെ സ്കിൽസ് ഉണ്ട്. പക്ഷേ ഇവിടെ നമ്മളിപ്പോൾ ഇതിനെ ഡിസ്കസ് ചെയ്താൽ, അല്ലെങ്കിൽ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരുവാണെങ്കിൽ എങ്ങനെ അതിനെ നമുക്ക് ഫേസ് ചെയ്യാം. അടുത്ത കുറച്ച് ടേംസ് ഇവിടെ നമ്മൾ വരുന്നത്, നമുക്ക് നാട്ടിലും ഉണ്ട്. ഹെൽത്ത് ആൻഡ് സേഫ്റ്റി, ഫയർ സേഫ്റ്റി, സേഫ് ഗാർഡ്, ഇങ്ങനെ കുറെ ടേംസ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഈ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതിലൂടെ ചോദിക്കും. അത് നിങ്ങൾ നാട്ടിൽ നിന്ന് വരെ അവരോട് ചോദിക്കാറുണ്ടോ, അല്ലെങ്കിൽ അവർ അറിഞ്ഞിരിക്കേണ്ട ആവശ്യമുണ്ടോ? അതെങ്ങനെയാണ്? അറിഞ്ഞിരിക്കേണ്ട ആവശ്യമുണ്ട് ഡെഫിനറ്റ്ലി. ബിക്കോസ് അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം മിക്ക സ്ഥലത്തു നിന്നും, അല്ലെങ്കിൽ എവിടെ ഇന്റർവ്യൂവിന് പോയാലും. നിങ്ങൾക്ക് അത് നിങ്ങൾ ചെയ്തിട്ടില്ല, നിങ്ങൾക്ക് അതിൽ ട്രെയിനിങ് കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ജെന്യുവൻ ആയിട്ട് ഓപ്പൺ ആയിട്ട് പറയാം, യെസ് എനിക്ക് ഇങ്ങനെ ഒരു ഇത് ഞാൻ കേട്ടിട്ടുണ്ട്, ഹവർ ഞാൻ അങ്ങനെ വർക്ക് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ എനിക്ക് അതിനുള്ള എക്സ്പീരിയൻസ് ഇല്ല, ഹവർ ഞാൻ അതിനെക്കുറിച്ച് സെർച്ച് ചെയ്തു, ഇതാണ് എൻ്റെ അണ്ടർസ്റ്റാൻഡിംഗ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാം. അതെ, നത്തിങ് റോങ് വിത്ത് ദാറ്റ്. ബിക്കോസ് നിങ്ങൾക്ക് ഓൾറെഡി എന്തായാലും ട്രെയിനിങ് നിങ്ങൾക്ക് കിട്ടാൻ പോകണം, മാൻഡേറ്ററി ട്രെയിനിങ്ങിൽ ഉള്ളതാണത്. അപ്പം പക്ഷെ നിങ്ങളുടെ അണ്ടർസ്റ്റാൻഡിങ് എന്താന്ന് ഷെയർ ചെയ്യുവാണെങ്കിൽ അവർക്ക് മനസ്സിലാവും, ഓക്കെ ഇയാൾക്ക് അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട്, എനിക്ക് ട്രെയിനിങ് കൊടുത്താൽ മതി, അയാൾ ഓക്കെ ആയിട്ട് വരും, ആ ഒരു ഇംപ്രഷൻ കിട്ടും. അപ്പം നിങ്ങൾക്ക് സിമ്പിളായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക. ഒരു ഹെൽത്ത് ആൻഡ് സേഫ്റ്റി വരുവാണെങ്കിൽ ഹെൽത്ത് ആൻഡ് സേഫ്റ്റിയിൽ തന്നെ ഉണ്ട് എന്താണ് അതിൻ്റെ മീനിങ് എന്ന്. അപ്പം ഫോർ എക്സാമ്പിൾ ഒരു മോപ്പ് ചെയ്ത ഫ്ലോറാണ്, വെറ്റ് ഫ്ലോറാണത്. അപ്പം അതിൻ്റെ സൈൻ എടുത്ത് വെക്കുന്നു. അപ്പം നിങ്ങളെയും നിങ്ങളുടെ ചുറ്റിനുള്ളവരെയും നിങ്ങൾ സേഫായിട്ട് ഇത് ചെയ്യുകയാണ്. അപ്പം അത് പറഞ്ഞു കൊടുത്താൽ തന്നെ മനസ്സിലാവും നിങ്ങൾക്ക് അതിൻ്റെ അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. അതുപോലെ തന്നെ സേഫ് ഗാർഡിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പേരിൽ തന്നെ ഉണ്ട് സേഫ് ഗാർഡിങ്. സേഫ് ഓഫ് കോഴ്സ് സേഫ് ഗാർഡിംഗ് വെച്ചാൽ പ്രൊട്ടക്ട് ചെയ്യുന്നു. അപ്പം നിങ്ങൾ ആരെയും പ്രൊട്ടക്ട് ചെയ്യണം. നിങ്ങൾ എന്തായാലും പ്രൊട്ടക്ട് ചെയ്യുന്നത് ആരെയാണ് കെയർ കൊടുക്കുന്നവരാണ്. അപ്പം അവരെ എല്ലാം ഹാമിൽ നിന്നും അല്ലെങ്കിൽ അബ്യൂസസിൽ നിന്നും നിങ്ങൾ പ്രൊട്ടക്ട് ചെയ്യുന്നു. ഇപ്പം പലതരം അബ്യൂസ് തന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ട് നഴ്സിംഗിലാണെങ്കിൽ. ഫൈനാൻഷ്യൽ അബ്യൂസ്, ഫിസിക്കൽ, ഇമോഷണൽ, അതുപോലെ ഒരുപാട് അബ്യൂസസ് ഉണ്ട്. അപ്പം അത് നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി ആണ്. ആസ് എ ഹെൽത്ത് കെയർ അസിസ്റ്റന്റ് ഇറ്റ് ഈസ് മൈ റെസ്പോൺസിബിലിറ്റി ടു മേക്ക് ഷുവർ ദേ ആർ സേഫ് ഫ്രം ഓൾ ദ ഹാംസ് ആൻഡ് അബ്യൂസസ് എന്നുള്ളത് പറയാം. അതുപോലെ തന്നെ ഫയർ ആൻഡ് സേഫ്റ്റി, അത് എനിക്ക് തോന്നുന്നു ഇപ്പം നാട്ടിൽ കുറച്ചുകൂടെ ആൾക്കാർ അതിനെക്കുറിച്ച് അവെയർ ആണ്, അല്ലെങ്കിൽ അതിനുള്ള ട്രെയിനിങ് കൊടുക്കുന്നുണ്ടെന്ന് തോന്നുന്നു. അതുപോലെ തന്നെ അത് ഫസ്റ്റ് ഫയർ വരുവാണെങ്കിൽ കോമൺ സെൻസ് ആണ്, ഓടി രക്ഷപ്പെടുക എന്നുള്ളത്. ഞാൻ എൻ്റെ സേഫ്റ്റിയാണ് ഇമ്പോർട്ടൻറ്റ്. ഞാൻ സേഫ് അല്ലെങ്കിൽ എനിക്ക് ആരെയും രക്ഷപ്പെടുത്താൻ പറ്റാൻ പോണില്ല. അപ്പം എന്നിട്ട് അതിൻ്റെ സിറ്റുവേഷൻ അനുസരിച്ച് നമുക്ക് എങ്ങനെ ആരെങ്കിലും രക്ഷപ്പെടുത്താൻ പറ്റുന്നുള്ള ഒരു സാഹചര്യം ആണെങ്കിൽ ചെയ്യാം. പക്ഷെ അതിനും നിങ്ങൾക്ക് ട്രെയിനിങ് തരുന്നതായിരിക്കും. അപ്പം അതിനനുസരിച്ച് ഓരോ കമ്പനിക്കും ഓരോ പോളിസീസ് ആണ്, അത് ഡിഫറെൻ്റ് ആണ് ഓരോ കമ്പനിക്കും. അപ്പം അതിനനുസരിച്ച് ചെയ്യുക എന്നുള്ളതാണ്. ഇവിടെ വലിയ ഇപ്പം പറഞ്ഞിട്ട് ഇപ്പൊ അബ്യൂസ് എന്നുള്ളൊരു വേർഡ് യൂസ് ചെയ്ത്, അപ്പൊ അത് എത്ര സീരിയസ് ആയിട്ടാണ് ഇവിടെ കെയർ ഹോം എടുക്കുന്നത്? നമുക്ക് നാട്ടിൽ എനിക്ക് തോന്നുന്നില്ല അത്ര ഒരു ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുക്കും. പഠിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നില്ല. ഇവിടെ നമ്മൾ അത് സീരിയസ് ആണോ ഒരുപാട് അബ്യൂസ്? ഡെഫിനറ്റ്ലി അബ്യൂസസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവമാണ്. കാരണം എന്താ പറയുക, നമ്മുടെ ഹോമിലെത്തുന്ന ഓരോ റെസിഡൻറ്റും അവിടെ സേഫ് ആണെന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മാത്രമല്ല ഉള്ളത്. നമ്മുടെ ഹോം ഏത് ലൊക്കാലിറ്റിയിലാണോ അവിടെ ഒരു കൗൺസിലുണ്ട്. അപ്പം ആ കൗൺസിലുള്ളവർ റെസ്പോൺസിബിൾ ആണ്. അവരിടയ്ക്ക് വന്നിട്ട് വേണമെങ്കിൽ ചെക്ക് ചെയ്യും. അപ്പം ഇനി അഥവാ എന്തെങ്കിലും നടന്നിട്ടുണ്ടെങ്കിൽ അവരെ നമ്മൾ നോട്ടിഫൈ ചെയ്യണം. അതുപോലെ തന്നെ നമുക്ക് വേറെ ഈ CQC എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ റെഗുലേറ്ററി അതോറിറ്റീസ് ഉണ്ട്. അപ്പം അവർ വന്നിട്ട് അങ്ങനെ ഭയങ്കരമായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ് അബ്യൂസ്.
അത് ഒരിക്കലും നമ്മളിപ്പം ഒരാളെ നമ്മൾ ഹോൾഡ് ചെയ്യാണ്, ഞാൻ ഷിബുവിൻ്റെ കൈ പിടിക്കുകയാണ്, ആ ഹോൾഡ് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ കുറച്ച് ഹാർഡായിട്ട് ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ അത് become a abuse. Without that person's permission, if you're holding it. അപ്പം അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് അബ്യൂസ് ഇസ് റിയലി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്. അപ്പൊ ഇവിടെ ഞാൻ മനസ്സിലാക്കിയ വേറൊരു സംഭവം എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരുപാട് ട്രാൻസ്പാരന്റ് ആണ് സിസ്റ്റം അല്ലേ, എന്ന് വെച്ചാൽ അബ്യൂസ് ഒക്കെ നമ്മുടെ നാട്ടില് അങ്ങനെ ആണെന്ന് എനിക്ക് ഒരുപാട് കാര്യം നമ്മൾ മറച്ചു വെക്കാൻ നോക്കും. പക്ഷെ ഇവിടെ നഴ്സിംഗ് ഹോമിൽ ഇപ്പൊ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ വി ഹാവ് ടു ഡിക്ലെയർ, വി ഹാവ് ടു ടെൽ ദ കൺസേൺ ബോഡി അല്ലേ, അങ്ങനെ ഒരു കൾച്ചർ ഇവിടെ ഉണ്ട്. ഡെഫിനറ്റ്ലി. അപ്പം നിങ്ങളിപ്പോൾ ഒരു പേഷ്യന്റിന് കെയർ കൊടുക്കാൻ വേണ്ടി പോവാണ്. അപ്പം നിങ്ങൾ ആദ്യമായിട്ട് കെയർ കൊടുക്കുമ്പോഴത്തേക്കും അവരുടെ ബോഡിയിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഒരു റെഡ്നെസ് കാണുകയാണെങ്കിൽ നിങ്ങൾ വേറൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല, നിങ്ങൾ നേരെ പോയി അത് റിപ്പോർട്ട് ചെയ്യാന്നുള്ളതാണ് നിങ്ങളുടെ ഫസ്റ്റ് റെസ്പോൺസിബിലിറ്റി. അത് നിങ്ങളുടെ കയ്യിൽ നിന്ന് വന്നെന്ന് ആരും പറയാൻ പോകണില്ല, പക്ഷെ നിങ്ങൾ റിപ്പോർട്ട് ചെയ്തു. അതിപ്പം ആളുടെ കയ്യിൽ നിന്ന് വന്നെന്നുള്ളതല്ല, അത് നിങ്ങളുടെ പ്രശ്നമല്ല. പക്ഷെ ഇനി അഥവാ നിങ്ങൾ റിപ്പോർട്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അടുത്ത പേഷ്യന്റിന്, ഈ സെയിം പേഷ്യന്റിന് കെയർ കൊടുക്കാൻ വരുന്ന ഒരു റിപ്പോർട്ട് ചെയ്യും. അപ്പം അത് അതെ പുറകോട്ട് നോക്കുമ്പോഴത്തേക്കും നിങ്ങളായിരിക്കും അത് ലാസ്റ്റ് കൊടുത്തത്. അപ്പം നിങ്ങൾ റിപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ ചിലപ്പം അപ്പോഴായിരിക്കും അത് ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് അങ്ങനെയുള്ള റിസ്ക് ഒന്നും എടുക്കരുത്. ട്രാൻസ്പെറൻസി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, റിപ്പോർട്ട് ചെയ്യുക, അത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ ഇത് ഇപ്പൊ ഇത്ര ഡിസ്കസ് ചെയ്യാൻ കാരണം എന്ന് പറഞ്ഞാൽ ഒരു ഐഡിയ ഈ വ്യൂവേഴ്സിന് മനസ്സിലാക്കി കൊടുക്കാനാണ് എങ്ങനെ ഹോം വർക്ക് ചെയ്യുന്നത്. അപ്പൊ എന്തെങ്കിലും ഒരു കാര്യം വന്നാൽ അത് മൂടി വെക്കുവോ പൊതിഞ്ഞു വെക്കുന്ന പരിപാടി ചെയ്യാതെ, അപ്പം ഇന്റർവ്യൂ എടുക്കുമ്പോൾ അത് ആ ഒരു സാധനം ആൻസർ ചെയ്യുമ്പോൾ റിഫ്ലക്ട് ചെയ്യണം, അത് ആവശ്യമാണ് അല്ലേ, കാരണം അവർക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ അതുകൊണ്ടാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. വേറെ കുറച്ച് ടേംസ് നമുക്ക് ചോദിക്കുന്നത് ഇവിടെ ഡിമെൻഷ്യ ചലഞ്ചിങ് ബിഹേവിയർ ആണ്. അപ്പൊ ഈ ഒരു സംഭവം അറിഞ്ഞിരിക്കണോ അതോ? അത് ഓഫ് കോഴ്സ് നമുക്ക് എല്ലാവർക്കും അറിയാം, ഡിമെൻഷ്യ ഭയങ്കരമായിട്ട് വൈഡ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ഇപ്പം ഓൾഡ് ഏജ് ആയിട്ടുള്ള പീപ്പിളിൽ ഒത്തിരി കണ്ടുവരുന്ന ഒരു കണ്ടീഷനാണ്. അപ്പം സംടൈംസ് ചാലഞ്ചിങ് ബിഹേവിയർ ഡിമെൻഷ്യ ആയിട്ട് അസോസിയേറ്റഡ് ആയിട്ട് വരും. അതിനെക്കുറിച്ച് ഞാൻ ഇത്ര സിമ്പിളായിട്ട് ഞാൻ ആൾക്കാർക്ക് പറയാറുള്ളൂ. ഇപ്പം ഡിമെൻഷ്യ എന്ന് പറഞ്ഞിട്ട് ഒന്നാമത്തെ മെമ്മറി പ്രശ്നമാണ്, നമുക്ക് എന്തെങ്കിലും മറന്നു വെച്ചു. അപ്പം ഞാൻ തന്നെ എൻ്റെ നോർമൽ ലൈഫിൽ ഞാൻ ചിലപ്പം കീയോ അല്ലെങ്കിൽ പേന എവിടെയെങ്കിലും മറന്നു വെച്ചിട്ട് ഒരു പ്രാവശ്യം തപ്പി കഴിഞ്ഞ് കിട്ടിയില്ല, 2 പ്രാവശ്യം തപ്പി കഴിഞ്ഞ് കിട്ടിയില്ല, 3ാമത്തെ തവണ ആകുമ്പോഴത്തേക്കും നമ്മൾ ഫ്രസ്ട്രേറ്റഡ് ആവും അല്ലേ. അത് നോർമൽ ലൈഫിലുള്ള സംഭവം. പക്ഷെ ഒന്ന് ഇമാജിൻ ചെയ്യുക, ഈ മെമ്മറി ഇഷ്യൂ ഉള്ള ഒരാൾ അതുമായിട്ട് ജീവിക്കണം. അവർക്ക് എന്താണെന്ന് അറിയത്തില്ല, അവർ എവിടുന്ന് വരുന്നു, എങ്ങോട്ട് പോകണു, അവരെവിടാണെന്നൊന്ന്. അപ്പം അവരുടെ ഫ്രസ്ട്രേഷൻ ആലോചിച്ചു. അപ്പം അങ്ങനെയാണ്, അതിൽ നിന്നാണ് ചാലഞ്ചിങ് ബിഹേവിയർ അസോസിയേറ്റഡ് ആയിട്ട് വരുന്നത് അല്ല. അപ്പം അതിനനുസരിച്ച് നമ്മളിപ്പോൾ അവർ പറയാണ് എൻ്റെ അമ്മ വയ്യാതിരിക്കാൻ എനിക്ക് പോയി അവരെ ടേക്ക് കെയർ ചെയ്യണം എന്ന് പറയാണ്. പക്ഷെ അവർ 100 ഇയർ ഓൾഡുള്ള ഒരു ലേഡി ആയിരിക്കും നിങ്ങളോട് പറയുന്നത്. അവരുടെ അമ്മ ജീവിച്ചിരിക്കാൻ ഒരു സാധ്യതയില്ല. എന്നാലും പറയാ ഓക്കെ ശരി, അവരോട് സംഭവിച്ചു, ഞാൻ ഹെൽപ്പ് ചെയ്യാം, എങ്ങനെ ഹെൽപ്പ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ട് അവർ പറയുന്നതിന് അനുസരിച്ച് നമ്മൾ അതിനനുസരിച്ച് മാനേജ് ചെയ്യാന്നുള്ളത്. അല്ലാതെ അവരെ ഇത് ചെയ്യാൻ നിൽക്കരുത്, ഇല്ല നിങ്ങൾക്ക് അമ്മയില്ല എന്നൊന്നും പറയാൻ നിൽക്കാതെ. അപ്പൊ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻസ് ഇവിടെ വരാൻ ചാൻസ് ഉണ്ടല്ലേ, ഒരു സെനാരിയോ തന്ന അവർ ചെക്ക് ചെയ്യും, ഹൗ യു ഗോണ റെസ്പോണ്ട് ടു ദിസ് സിറ്റുവേഷൻ. ഒരു ചലഞ്ചിങ് ബിഹേവിയർ ഉണ്ടെങ്കിൽ അല്ലേ എൽഡർലി കെയർ ചെയ്തോണ്ടിരിക്കും. ചാലഞ്ചിങ് ബിഹേവിയറിൽ വേറൊരു ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളിപ്പം ഒരു പേഷ്യന്റ് ഉണ്ട്, നിങ്ങൾക്ക് ഒരിക്കലും ഒട്ടും അവരെ മാനേജ് ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയാണെങ്കിൽ നിങ്ങൾ ബാക്കിയുള്ളവരെ സേവ് ചെയ്യുക, അല്ലെങ്കിൽ ബാക്കിയുള്ളവരെ അവരുടെ അതെ നിങ്ങൾക്ക് ഇപ്പം അതെ മാറിപ്പോവുക. അതുപോലെ തന്നെ ബാക്കിയുള്ള റെസിഡൻസിനെ അവിടുന്ന് ആ ഒരു സിറ്റുവേഷനിൽ മാറ്റുക എന്നുള്ളത് ഇമ്പോർട്ടന്റ്. വേറൊരു ടേം ഇവിടെ നമുക്ക് മെന്റൽ കപ്പാസിറ്റി, വാട്ട് ഡു യു നോ അബൌട്ട് മെന്റൽ കപ്പാസിറ്റി, അങ്ങനെ ഒരു ചോദ്യം വരാൻ ചാൻസ് ഉണ്ടോ, ചോദിക്കാറുണ്ടോ നിങ്ങൾ? അതും ഈ പറഞ്ഞ പോലെ ഒത്തിരി അങ്ങ് കുറച്ച് ഡീപ്പായിട്ടുള്ള ഒരു ടോപ്പിക്കാണ് മെന്റൽ കപ്പാസിറ്റി. അത് ഇപ്പം ഒരു കെയർ എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് വേണമെന്ന് നിർബന്ധമുള്ളതല്ല, എങ്കിൽ കൂടിയും ഒരു ചെറിയൊരു അണ്ടർസ്റ്റാൻഡിങ് ഉള്ളത് നല്ലതാണ്. നാട്ടില് മെന്റൽ കപ്പാസിറ്റി നമ്മൾ അത്ര ഇല്ല. അപ്പം ഒരു ആൾക്ക് ഒരു റെസിഡന്റിന് കപ്പാസിറ്റി ഉണ്ടോ ഇല്ലയോ എന്ന് ഡിസൈഡ് ചെയ്യുന്നത് നമ്മളല്ല. ചിലപ്പം അത് ഡോക്ടേഴ്സ് ഒക്കെ പല പ്രോസസ്സിലൂടെ നഴ്സസ് ഒക്കെ ഇൻവോൾവ് ആയിട്ട് വരുന്ന സംഭവം. പക്ഷെ നിങ്ങൾ അറിഞ്ഞിരിക്കണം, ഒരു പേഷ്യന്റിന് കപ്പാസിറ്റി ഇല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്നത് എന്തും അവരുടെ ബെസ്റ്റ് ഇൻട്രസ്റ്റിലാണ് നമ്മൾ ചെയ്യുന്നതെന്ന്, അല്ലെങ്കിൽ അവർക്ക് ബെസ്റ്റ് ആയിട്ട് വരാനുള്ളതാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അപ്പം അത് ജസ്റ്റ് നിങ്ങളുടെ ഒരു അണ്ടർസ്റ്റാൻഡിങ് പറഞ്ഞാൽ മതി, ഇത്രയും പറഞ്ഞാൽ മതി, അല്ലാതെ നിങ്ങളൊരു കറക്റ്റായിട്ടൊന്നും പറയണ്ട. ഇവിടെ പല കാര്യങ്ങൾ പറയുന്നത്, ഇപ്പൊ സീനിയർ കെയർ ആയിട്ട് വരുമ്പോൾ പലരും പറയാറുണ്ട് സീനിയർ കെയർ വരുമ്പോൾ അവർക്ക് മെഡിക്കേഷൻ കൊടുക്കണം, ചിലർ പറയുന്നത് കൊടുക്കണ്ട ബിക്കോസ് യു ആർ നോട്ട് നഴ്സ്. അപ്പൊ അത് എന്താണ്, ഇവര് സീനിയർ കെയറിന് മെഡിക്കേഷൻ കൊടുക്കേണ്ടി വരുമോ? അതൊന്ന്. സെക്കൻഡ്, അവർ മെഡിക്കേഷനെ പറ്റി അറിഞ്ഞിരിക്കണോ? അതോ ഇൻഡെപ്റ്റ് ഒരു ക്വസ്റ്റ്യൻസ് അവിടെ ഉദ്ദേശിക്കാവോ, മെഡിക്കൽ നോളജ് പറ്റി?
ഇറ്റ് ഈസ് ഓൾവേസ് ഗുഡ് ടു ഹാവ് എനി നോളജ്. അത് ഞാൻ പറയാം. പിന്നെ യു കെയിൽ 2 തരം ഹോംസ് ഉണ്ട്, റെസിഡൻഷ്യൽ കെയർ ഹോംസും നഴ്സിംഗ് കെയർ ഹോംസും. നഴ്സിംഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവര് നഴ്സിംഗ് ആയിട്ടാണ് രജിസ്റ്റർ ചെയ്തേക്കുന്നത്, അവരുടെ ആ ഒരു ഹോം അങ്ങനെയാണ് രജിസ്റ്റർ ചെയ്തേക്കുന്നത്. പിന്നെ അവിടെ ഉള്ള റെസിഡൻസിന്റെ നീഡ്സ് ഭയങ്കര ഹൈ ആയിരിക്കും. എന്ന് വെച്ചാൽ ഒരു നേഴ്സ് അവിടെ എപ്പോഴും ഉണ്ടായിരിക്കും. ഒരു ഹോസ്പിറ്റൽ സെറ്റപ്പ് പോലത്തെ അല്ലെങ്കിൽ ഒക്കെ ഉള്ള ഒരു യൂണിറ്റ് ആയിരിക്കും അത്. റെസിഡൻഷ്യൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ഏബിൾ ആണ് മാക്സിമം. അവർ ചിലപ്പം നടക്കുന്നവരായിരിക്കും, അവര് കുറച്ചൊക്കെ അസിസ്റ്റന്റ് അങ്ങനെയുള്ളതാണ് റെസിഡൻഷ്യൽ കെയർ ഹോം എന്ന് പറയുന്നത്. അപ്പം ഈ നഴ്സിംഗ് കെയർ ഹോംസിൽ നഴ്സസ് തന്നെ മെഡിസിൻ കൊടുക്കണം, കാരണം അത് അതെ അത് മാൻഡേറ്ററി ആണ്. ബട്ട് നമുക്ക് ടീം ലീഡ്സിനെ അല്ലെങ്കിൽ സീനിയേഴ്സിനെ അവരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി വിടും, അല്ലെങ്കിൽ അവരുടെ കൂടെ നിന്ന് ചെയ്യാൻ പറ്റും. പക്ഷെ അങ്ങനെ ചെയ്യണമെങ്കിലും എവിടെ ആണെങ്കിലും നിങ്ങൾ മെഡിസിനുമായിട്ട് ഡയറക്റ്റ് കോൺടാക്ട് വരുവാണെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള ട്രെയിനിങ് അവർ പ്രൊവൈഡ് തന്നിരിക്കണം. അതെ, പ്രൊവൈഡ് ചെയ്തിരിക്കണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് അതിന്റെ സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. എങ്കിലുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അത് മെഡിസിനുമായിട്ട് ഡയറക്റ്റ് ഇൻവോൾവ്മെന്റ് ഉണ്ടാകാൻ പറ്റുള്ളൂ. ഓക്കെ വിനീത, താങ്ക്സ് ഫോർ ഓൾ ദീസ് ആൻസേഴ്സ്. അപ്പൊ നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ഇവിടെ ഡിസ്കസ് ചെയ്ത്, അപ്പം ഈ പറഞ്ഞ പോലെ ഇപ്പം ഇത്രയും മാത്രം ക്വസ്റ്റ്യൻസ് അല്ലായിരിക്കും ചോദിക്കുന്നത്. അപ്പൊ ഇവിടെ ഈ ഒരു വീഡിയോയിൽ നിന്ന് ഞാൻ ഉദ്ദേശിച്ചത്, നമ്മൾ ഉദ്ദേശിച്ചെന്ന് പറഞ്ഞാൽ എല്ലാ ക്വസ്റ്റ്യൻസിനും ആൻസർ കൊടുക്കുക എന്നുള്ളതല്ല. ഏതൊരു ക്വസ്റ്റ്യൻ വന്നാലും അതിനെ എങ്ങനെ അപ്രോച്ച് ചെയ്യണം, ഒരു ചെറിയൊരു ഐഡിയ നഴ്സിംഗ് ഹോം അല്ലെങ്കിൽ ജോബ് എന്താണെന്നാണ് നമ്മൾ ഉദ്ദേശിച്ചത്. അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഒരു കാര്യം ചോദിക്കുന്നത് വെച്ചാൽ വരാൻ ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ വരാൻ ഉദ്ദേശിക്കുന്ന കാൻഡിഡേറ്റ്സ് ഇപ്പൊ നാട്ടിൽ നിന്ന് വരുന്ന അവർക്ക് കൊടുക്കാൻ എന്തെങ്കിലും അഡ്വൈസ് ഉണ്ടോ? എനിത്തിങ് ലൈക്ക് വെദർ ദേ ഷുഡ് കം ഓർ ദേ ഷുഡ് നോട്ട് കം, ഓർ ഹൗ ഇസ് ദ UK culture? Some people ask, is it safe? Can they make money? Is it the best option? അതിനെ പറ്റി എന്താണ് ഫ്രം യുവർ മാനേജറിയൽ ആസ്പെക്ട്, വാട്ട് യു വാണ്ട് അഡ്വൈസ് ഓർ ജസ്റ്റ് യു വാണ്ട് ടെൽ മീ സംതിങ്? ആസ് എ പേഴ്സൺ, ബിക്കോസ് ഞാൻ നാട്ടിൽ ജനിച്ചു വളർന്നാണ്. അപ്പം ഓഫ് കോഴ്സ് വെളിയിലൊരു ഓപ്പർച്യൂണിറ്റി ആണെങ്കിലും ഐ ഗ്രാബ്ഡ് ഇറ്റ് സ്ട്രേറ്റ് അവേ. സോ നിങ്ങൾക്ക് അങ്ങനെ ഒരു ഇതാണെങ്കിൽ ഒരു ആസ് എ പേഴ്സൺ, ഓഫ് കോഴ്സ് ഇഫ് യു ഹാവ് എ ഓപ്ഷൻ, grab it and make use of it. That's one thing. As a nurse എന്ന് പറയുന്നത് ഞാൻ പറയും, നിങ്ങൾക്ക് നഴ്സിംഗ് ഡിഗ്രി ഉണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ബെസ്റ്റ് ട്രൈ ചെയ്ത് ഇംഗ്ലീഷ് ടെസ്റ്റ് എഴുതി NMC രജിസ്റ്റർ ചെയ്തിട്ട് പ്രോപ്പർ വേയിൽ നേഴ്സായിട്ട് വരാം. ഇനി അഥവാ നിങ്ങൾ ഒത്തിരി വർഷങ്ങളായിട്ടൊരു സ്ട്രഗിൾ ചെയ്യാണ്, ലാംഗ്വേജ് ടെസ്റ്റ് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനൊരു ഓപ്പർച്യൂണിറ്റി ഇപ്പോൾ ഉണ്ട്. ഗ്രാബ് ഇറ്റ്, വൈ നോട്ട്? ഓക്കെ, എന്നിട്ട് ഇവിടെ വന്നിട്ട് കൂടുതൽ എക്സ്പോഷർ കിട്ടും നിങ്ങളുടെ ലാംഗ്വേജ് ഇംപ്രൂവ് ചെയ്യാനും. എന്നിട്ട് അവിടെ തന്നെ കംഫർട്ടബിൾ ആയിട്ട് നിൽക്കാതെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും നഴ്സിംഗിലേക്ക് തിരിച്ചു പോവുക. അതാണ് ഞാൻ പറയുന്നത്. പിന്നെ അല്ലാതെ നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ വാ, അല്ലാതെ ഞാൻ പറയുന്ന നിങ്ങൾ ഐ തിങ്ക് യു ഷുഡ് മേക്ക് യൂസ് ഓഫ് ദ ഓപ്പർച്യൂണിറ്റി. ബിക്കോസ് ഇപ്പം അവർ ഓപ്പൺ ചെയ്ത ഈ വിൻഡോ ഒത്തിരി നാള് നിൽക്കത്തില്ല, ഇത് പെർമനന്റ് അല്ല. സോ there will be a time where they will be closing it down. ഓക്കെ, ഇങ്ങനെ ഇതിനു മുമ്പും ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ ഇതിനു മുമ്പ് ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു, പക്ഷെ അവര് അത് സ്റ്റോപ്പ് ചെയ്തു. അപ്പം ഇപ്പൊ ഉള്ള സമയത്ത് നിങ്ങൾ ട്രൈ ചെയ്യുക, വരിക. അത്രയാണ് എനിക്ക് പറയാനുള്ളത്. എനിക്ക് അത് തന്നെയാണ് പറയാനുള്ളത്. അപ്പം താങ്ക് യു സോ മച്ച് ഫോർ യു ടൈം വിനിത. ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ഒരു എക്സ്പേർട്ട് അഡ്വൈസ് തന്നതിൽ വളരെയധികം സന്തോഷം. അപ്പൊ ഇനി ഇതുപോലുള്ള കുറെ അധികം വീഡിയോസും സീനിയർ കെയറിന്റെ കുറെ ഡിസ്കഷൻസും കുറെ അധികം നോളജും എക്സ്പേർട്സിന്റെ കയ്യിൽ നിന്ന് നമ്മൾ ഇനിയും ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അതിന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു.